ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു പോളയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ ആയാലും ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായിട്ടുള്ള ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചേർത്തൊന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പഴമൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ പഴമൊക്കെ വാടി കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി പഴം മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. മധുരമുള്ള രീതിയിലായാലും എരിവുള്ള രീതിയിലായാലും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പഴമൊന്നും ചേർക്കാതെ തേങ്ങ മാത്രമായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലിന് പകരം മുട്ട തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ പാലാവുമ്പോൾ കുറച്ചും കൂടെ അളവിൽ ഈ ഒരു ബാറ്റർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മുട്ടയും പഞ്ചസാരയും പാലൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പോള ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്റർ 1 തവി ഒഴിച്ചു കൊടുക്കാം. 1 തവി അല്ലെങ്കിൽ 1.5 തവിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഈ ഒരു മുട്ടയുടെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ വരാത്ത ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഹോൾസൊക്കെ ഫില്ലാവുന്ന രീതിയിൽ വേണം ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ വേണം വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴത്തിൻ്റെ ഫില്ലിങ്സ് എല്ലാ ഭാഗത്തും കവറായിട്ട് കിട്ടിയാൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയിട്ടാണ് കേട്ടോ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുക്കിയിട്ട് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം, നേരത്തെ താഴ്ഭാഗം ചെയ്ത രീതിയിൽ വേണം മുകൾ ഭാഗത്തും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് കാണാനൊരു ഭംഗിക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി വന്നിട്ടുള്ള ബാറ്റർ ആദ്യം സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗത്തൊക്കെ എന്തായാലും കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ഓരോ ബ്രെഡ് ഉള്ള ആ സൈഡൊക്കെ മുട്ടയുടെ ബാറ്റർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വന്നിട്ടുള്ളത് മുകളിലൂടെ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15-10 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുകൾ ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാനൊന്നും കൂടെ ഭംഗിയായിരിക്കും, കട്ട് ചെയ്യുന്ന സമയത്തും ഒന്നും കൂടെ വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു രീതിയിൽ എരിവുള്ള സ്നാക്കും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളിൽ ചിക്കൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഫില്ലിങ്സ് വെച്ചിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.